54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആ വിക്ഷേപണം. 4 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് SLS റോക്കറ്റ് കുതിച്ചുയർന്നത്. 4, 3, 2, 1. Booster ignition. And next. Good roll pitch. Roger, roll pitch. Houston, now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time, passing 30 seconds into the flights. Integrity passes the alternate MECO. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. Integrity, 3 miles in altitude. Traveling more than 1,200 miles per hour. Altitude 8 miles downrange, traveling more than 2,600 miles per hour. അഭിലാഷ് KP കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഈ 54 വർഷങ്ങൾക്ക് ശേഷമുള്ള ദൗത്യം എന്ന് പറയുമ്പോൾ പോലും ഈ ആർട്ടമിസ് 2 ഈ ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്, അല്ലേ? അതായത് ചന്ദ്രന് ചുറ്റും കറങ്ങുന്ന ഒരു മിഷൻ. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? എൽദോ, ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള ഉദ്യമവും ആയാണ് ആർട്ടിമിസ് 2 ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ചന്ദ്രനിൽ സ്ഥിരതാമസം ആക്കുന്ന തരത്തിൽ മനുഷ്യ ജീവിതങ്ങളെ മാറ്റുക, മനുഷ്യന്റെ മറ്റൊരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റുക. ഒപ്പം ചൊവ്വയിൽ ഭാവിയിൽ ഇനി താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഇടനില അല്ലെങ്കിൽ ഇടത്താവളം എന്ന നിലയിലേക്ക് ചന്ദ്രനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. എന്തായാലും സുദീർഘമായ പരീക്ഷണങ്ങളുടെ ഒരു വിജയഘട്ടം കടന്നിരിക്കുന്നു നാസ എന്ന് തന്നെ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആണ് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ റോക്കറ്റ് കുതിച്ചുയർന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് നാസയുടെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റോക്കറ്റ് ആണ്, അതായത് സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നതാണ് ഈ റോക്കറ്റിന്റെ പേര്. ഈ റോക്കറ്റിനകത്ത് ഓറിയോൺ എന്ന പേടകമുണ്ട്. 32 നിലകൾ ഉള്ള ഒരു റോക്കറ്റ് ആണ് ഇത്. ഇതിനകത്ത് 4 അറകളും ശുചിമുറികളും അതോടൊപ്പം